ഹായ് ഹലോ നമസ്കാരം. ഞാൻ ഫൈസി. ഇന്ന് രണ്ട് പുസ്തകങ്ങളുടെ വീഡിയോ ചെയ്യുന്നുണ്ട്. ഒന്ന് പുതിയൊരു പുസ്തകം വന്നിട്ടുണ്ട്, ഡു ഇറ്റ് ടുഡേ എന്ന പുസ്തകം, ഡാരിയസ് ഫോറക്സിൻ്റെ പുസ്തകമാണ്. മറ്റൊന്ന് AI കാലത്തെ മിഥ്യാധാരണകൾ എന്ന ട്രിഷ ജോയ്സിൻ്റെ പുസ്തകം. ഇത് രണ്ട് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. ഈ പുസ്തകത്തിൻ്റെ അകത്ത് കൊടുത്തത് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ഈ വിഷയത്തിൽ താല്പര്യം തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് ഷോപ്പിൽ പോയി ഈ പുസ്തകം വാങ്ങി വായിക്കുക. അതുമല്ലെങ്കിൽ ലൈബ്രറികളിൽ നിന്ന് എടുത്ത് വായിക്കുക. ഇനി അല്ലെങ്കിൽ ഈ നമ്പർ ഞാൻ കൊടുക്കാം. ഈ നമ്പറിലേക്ക് നിങ്ങളുടെ ആ ഒരു അഡ്രസ്സ് അയച്ചാൽ വീട്ടിലേക്കോ ഓഫീസിലേക്കോ നമുക്ക് അയച്ചു തരാനായിട്ട് സാധിക്കും. ഈ പുസ്തകത്തിൽ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഒന്ന്, മാറ്റിവെക്കൽ ശീലമുണ്ടെങ്കിൽ അതെങ്ങനെ ഒഴിവാക്കാം, ഉൽപാദനക്ഷമത എങ്ങനെ വർദ്ധിപ്പിക്കാം, അർത്ഥവത്തായ അധിക നേട്ടങ്ങൾ എങ്ങനെ നേടാം എന്ന 3 കാര്യങ്ങളാണ്. ഞാൻ വളരെ പെട്ടെന്ന് തന്നെ സമയം കളയാതെ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളടക്കത്തിൽ ചില ഭാഗങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. ഇതിലേതിലെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ പുസ്തകം വാങ്ങി വായിക്കുക. ഈ പുസ്തകത്തിന് പുറകിൽ പറയുന്നത് പോലെ ഈ പുസ്തകം നിങ്ങൾക്ക് വാങ്ങി വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് തന്നെ തുടങ്ങൂ, നാളെയല്ല എന്ന് പ്രധാനമായിട്ടും പറയുന്നുണ്ട്. ഡാരിയസ് ഫോറക്സിൻ്റെ ഡു ഇറ്റ് ടുഡേ. മാറ്റിവെക്കൽ ഒഴിവാക്കുക എന്ന ഭാഗത്തിൽ പറയുന്നത് എന്ത് കാര്യമായാലും ഇന്ന് തന്നെ ചെയ്യുക, നാളെയല്ല. അടുത്തത്, സമയം പാഴാക്കുന്നത് എങ്ങനെ നിർത്താം, ഇൻ്റർനെറ്റിൽ നിന്നും സ്വയം എങ്ങനെ മാറി നിൽക്കാം, ഏകാഗ്രതയെ എങ്ങനെ മെച്ചപ്പെടുത്താം. ഇംപ്രൂവ് യുവർ പ്രൊഡക്ടിവിറ്റി എന്ന ഭാഗത്തിൽ പറയുന്നത് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും വർഷത്തിൽ എങ്ങനെ 100 പുസ്തകങ്ങൾ വായിക്കാം എന്നതിനെക്കുറിച്ചും പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ സഹായിക്കുന്ന 20 കാര്യങ്ങൾ, ദിവസേനയുള്ള വ്യായാമം നിർത്തിയാൽ എന്ത് സംഭവിക്കും. അടുത്തത്, അധിക നേട്ടങ്ങൾ, അതായത് അച്ചീവിങ് മോർ എന്ന ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കുന്ന 7 കഴിവുകൾ. ഏത് ജോലിയും സമയത്തിന് തന്നെ തുടങ്ങുക, അതുപോലെ സമയത്ത് തന്നെ നിർത്തുക. ഒരിക്കലും ജോലിക്കാര്യങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകരുത്. കൺസിസ്റ്റൻസി എങ്ങനെ മെച്ചപ്പെടുത്താം, നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും, അതായത് വിശ്വസിക്കുന്നതെന്തും നേടാൻ കഴിയും. മത്സരിക്കുകയല്ല വേണ്ടത്, സൃഷ്ടിക്കുക. സ്വന്തം ജീവിതം എങ്ങനെ വിലയിരുത്താം, ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നത് നിർത്തുക, എന്നിട്ട് വളരെ പ്രധാനപ്പെട്ടത് മാത്രം ചെയ്യുക. ഞാൻ ഈ പറഞ്ഞതെല്ലാം ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിലെ ചില ഭാഗങ്ങളാണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നിൽ താല്പര്യം തോന്നിയാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ പുസ്തകം വാങ്ങുക. ഈ പുസ്തകത്തിന് വില കൊടുത്തിരിക്കുന്ന 250 പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഡിസ്കൗണ്ട് ഉണ്ടാവും. ഈ വീഡിയോയ്ക്ക് 1000 ലൈക്കുകളാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ പ്രോത്സാഹനം അറിയിക്കുക. ഇന്ന് തന്നെ ചെയ്യൂ, അതായത് ഡു ഇറ്റ് നൗ എന്ന് കൊടുത്ത പോലെ ഈ പുസ്തകം വാങ്ങി വായിക്കുക. താങ്ക് യു സോ മച്ച്.